ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ആണ്. എന്തെല്ലാവരും ചിരിക്കുന്നത്? ചിരിക്കാൻ മാത്രം ഞാനൊരു തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, റീപ്രൊഡക്ഷനിൽ വരുന്നത് എല്ലാവരും ഒന്ന് ഇരുന്നൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറ കേട്ടോ. വായിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായില്ലേ എന്താന്ന്? ഇനി നമുക്ക് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റി പഠിക്കാം. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയിട്ട് പഠിക്കാം. ആ പിക്ചർ ഒന്ന് നോക്കിക്കേ. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസ് എക്സാമിന് വന്നാലും വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. അതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളൊക്കെ. കേട്ടല്ലോ. പിന്നെ പ്യൂബർട്ടിയിൽ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് അത് നിങ്ങൾക്കറിയാമല്ലോ. കാരണം നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുന്നതെന്ന്. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ലേബർ ഇന്ത്യ നോക്കി നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ ലേബർ ഇന്ത്യ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഒരു ശരി, അധികം ചിരിയൊന്നും വേണ്ട കേട്ടോ. ക്ലാസ് ഞാൻ പുറത്താക്കും. എനിക്കറിയാം ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം ഇരുന്നതെന്ന്. അതുകൊണ്ട് ഒരൊറ്റ കുട്ടീന്ന് ആബ്സെൻ്റ് ആയിട്ടില്ലല്ലോ. ഉള്ള റീപ്രൊഡക്ഷൻ കേൾക്കാൻ വന്നിരിക്കുക. തന്നെ അങ്ങ് വായിച്ചിട്ട് അങ്ങ് പഠിച്ചാൽ മതി കേട്ടല്ലോ. ചെറിയൊരു ചാപ്റ്ററാണ്, അതുപോലെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനുള്ളതേ ഉള്ളൂ കേട്ടല്ലോ. നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ ഇനി വരും ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. പിന്നെ ഞാനിപ്പം ഇതിൻ്റെ ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ശരി, അപ്പോൾ ഈ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു കേട്ടോ.